ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകമാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. യുവതീ പ്രവേശനത്തിനിടെ തന്ത്രിയോട് നട അടച്ചിടാൻ ആവശ്യപ്പെട്ടത് താനാണെന്ന് പി.എസ്. ശ്രീധരൻപിള്ള ആവർത്തിച്ചു. നട അടച്ചിടാൻ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ ആ മനുഷ്യനോട് ഫോണിൽ പറഞ്ഞു, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ല. ഞാൻ പറഞ്ഞു, താങ്കൾ ജയിലിൽ പോകും മുമ്പ് ഇത് കണ്ടംപ്റ്റാണെങ്കിൽ ഞാൻ പോകും. അതിന് ഞാൻ വീണ്ടും പറഞ്ഞു, സുവർണാവസരമാണ്. കേസെടുക്കാവുന്നവർ എടുക്കട്ടെ. സുവർണാവസരം, ശബരിമല സമരവും സുവർണാവസര വിധിയുമാണ്. ഞാൻ സുവർണാവസരം എന്നാന്ന് പറഞ്ഞു. സുവർണാവസരം എന്നാണ് എനിക്കൊരു എന്നെ പല്ലിപ്പാതാ വിളിക്കുന്നത്. സുവർണാവസരം ശ്രീധരൻപിള്ള അല്ലേ? പുസ്തകത്തിന്റെ ഉള്ളടക്കം പി.എസ്. ശ്രീധരൻപിള്ളയുടെ കണ്ടെത്തലാണെന്നും അത് പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലെ പ്രതിപാദനങ്ങൾ മുഴുവൻ ശ്രീധരൻപിള്ള സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. പ്രഗത്ഭനായിട്ടുള്ളൊരു വക്കീലിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് തന്ത്രിയെ ജയിലിലാക്കിയത് എന്നാണ് ചടങ്ങിൽ പങ്കെടുത്ത ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. വിനേഷ്, നേരത്തെ തന്നെ ഈ പുസ്തകത്തിലെ പരാമർശം പുറത്തു വന്നതാണ്, അന്ന് അത് വിവാദമായതുമാണ്. അദ്ദേഹം അത് ആവർത്തിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിനേഷ്? അല്പസമയം മുൻപാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നത്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനേഷ്, ശ്രീധരൻപിള്ളയുടെ വിവാദ പുസ്തകം അല്പസമയം മുമ്പാണ് പ്രകാശനം ചെയ്ത്. പ്രകാശന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ, അതുപോലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. നമുക്കറിയാം, ഇതിനകത്തുള്ള പ്രധാനമായ പരാമർശം വലിയ വിവാദമായിരുന്നു. അതായത് യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട അടയ്ക്കാൻ വേണ്ടിയിട്ട് തന്ത്രിക്ക് നിർദ്ദേശം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും അവിടെ ആവർത്തിക്കുകയും ചെയ്തു. ആ പുസ്തകത്തിലും ഇത് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട് തന്ത്രിയെ വിളിച്ച് ഞാൻ നട എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നട അടയ്ക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രിക്ക് എന്തായാലും എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. തന്ത്രി നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വീണ്ടും ഒരു വിഷയമാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്രീധരൻപിള്ളയാണെങ്കിലും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും എല്ലാം തന്നെ ശബരിമലയിലൂന്നി ഒരു വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചർച്ചകൾ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അത് പ്രധാനമായും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനമെന്ന് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണ്. എസ് വിനേഷ് കുമാർ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.